കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള സീറ്റ് ചർച്ചകളിൽ ധാരണയായില്ല. ഏറ്റുമാനൂരും ഇടുക്കിയും വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ജോസഫ് വിഭാഗത്തെ അറിയിച്ചു. നിലവിലെ 10 സീറ്റുകളും കോൺഗ്രസുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടെന്ന് പി ജെ ജോസഫും പറഞ്ഞു. നാളെ വൈകിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും ജോസഫ് കൂട്ടിച്ചേർത്തു. പ്രതികരണത്തിലേക്ക്. നമ്മളെല്ലാം കഴിഞ്ഞ തവണത്തെ എല്ലാ സീറ്റും ചോദിച്ചിട്ടുണ്ട്. അതിന് ചില വിട്ടുവീഴ്ചകൾ പറയേണ്ടി വരും. ഇടുക്കിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചോദിച്ചിട്ടുണ്ടോ കോൺഗ്രസ് യുഡിഎഫ്? ഇടുക്കി സീറ്റിൻ്റെ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. കർഷക പാർട്ടിയാണല്ലോ ഇടുക്കി പോലെയുള്ള ഒരു മണ്ഡലം വിട്ടുകൊടുക്കുക എന്നത് സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിന് ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യമല്ലേ? പ്രയാസമുണ്ട്. പിന്നെ മുന്നണി ആയതുകൊണ്ട് ചർച്ചയിൽ അജിത്ത് വിവരങ്ങളുമായി ചേർന്ന കോട്ടയത്ത് നിന്ന്. അജിത്ത്, ഇപ്പോൾ ഇന്നലെ തന്നെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് തേടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സീറ്റ് വിഭജന കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ചർച്ച ചെയ്തു, എല്ലാത്തിലും തീരുമാനമായി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ തൊട്ടു പിന്നാലെ ജോസഫിൻ്റെ പ്രതികരണം ഇന്നലെ വന്നത് ഇല്ല, ചർച്ചകൾ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അപ്പോൾ തന്നെ അറിയാമായിരുന്നു എന്തോ പ്രശ്നങ്ങൾ, ഇത് എല്ലാത്തിലും ധാരണയായിട്ടില്ല. കാരണം രണ്ടഭിപ്രായം ഒരേ വിഷയത്തിൽ രണ്ട് നേതാക്കൾ പറയുമ്പോഴത്തേനും അങ്ങനെ ഒരു സൂചന ലഭിച്ചിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ അത് കുറച്ചും കൂടി വ്യക്തമാവുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്തിനാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയതെന്ന് ഇപ്പോഴും ഈ രാഷ്ട്രീയമായി ഇതിനെ വീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒരു പൂർത്തിയാവാത്ത ചർച്ച തന്നെയായിരുന്നു ഇന്നലെയും നടന്നത്. ആ ചർച്ചയുടെ ഭാഗമായി പ്രധാനമായും ഈ ചർച്ചയിൽ ഉയർന്നു വന്ന 2 സീറ്റുകളുടെ കാര്യമാണ്. അതായത് ഏറ്റുമാനൂരും ഇടുക്കിയും സംബന്ധിച്ച ചർച്ചകളാണ്. ഇത് രണ്ടും ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഈ തവണ കോൺഗ്രസ് ഈ 2 സീറ്റിലും മത്സരിക്കാമെന്നുള്ള നിലപാടാണ് ഈ ജോസഫ് വിഭാഗത്തെ അറിയിച്ചത്. തുടർന്ന് നീണ്ട ചർച്ചകൾ നടന്നു. രണ്ടും വൈകാരികമായ ബന്ധമുള്ള സീറ്റുകളാണെന്ന് ജോസഫ് വിഭാഗം അറിയിച്ചു. മാത്രമല്ല സംഘടനാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ സീറ്റ് വിട്ടു നൽകുന്ന കാര്യത്തിൽ അനുകൂലമായ നിലപാടല്ല ഞങ്ങൾക്കുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജോസഫ് വിഭാഗം അറിയിച്ചു. ഇടുക്കിയെ സംബന്ധിച്ച് അവർക്ക് വൈകാരികമായ അടുപ്പം കൂടിയുള്ള സീറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ ആ ചർച്ചകൾ ഏതാണെങ്കിലും ഇടുക്കിയും ഏറ്റുമാനൂരും വേണം എന്നുള്ള ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 സീറ്റുകൾ നൽകി പൂഞ്ഞാറ് നൽകുന്ന ഒരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ജോസഫ് വിഭാഗം അറിയിച്ചത് ഈ പൂഞ്ഞാറിൽ തങ്ങൾക്ക് സംഘടനാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ആ സീറ്റ് ലഭിച്ചാൽ തന്നെയും മികച്ച രീതിയിലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ ഇത്തവണ ഏതാണ്ട് കോൺഗ്രസ് അക്കാര്യത്തിൽ ഉറച്ച നിലപാടിലേക്ക് തന്നെ നിൽക്കുകയാണ്. ഏറ്റുമാനൂരും ഇടുക്കിയും ഇത്തവണ വേണം, കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർത്തണമെന്നുള്ള ഉറച്ച നിലപാടാണ്. അത് ജോസഫ് വിഭാഗത്തെ അറിയിച്ചു. അതിന്റെ തുടർ ചർച്ചയാണ് ഇനി ഉണ്ടാവാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചങ്ങനാശ്ശേരിയുടെ കാര്യത്തിലും ഒരു പ്രതിസന്ധി നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കാര്യം പരിഹരിച്ചിട്ടുണ്ട്. ജോസഫ് വിഭാഗം തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക. ഈ 2 സീറ്റുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും തുടർ ചർച്ചകൾ നിൽക്കുന്നത്. സേതുലക്ഷ്മി ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം മുമ്പിലുള്ള നിൽക്കുകയാണ്. ഈ പ്രശ്നം എങ്ങനെയും അവസാനിപ്പിക്കണമെന്ന് 2 പാർട്ടികൾക്കും അറിയാം. അതിൽ കൂടുതൽ ഉത്തരവാദിത്വം എടുക്കേണ്ടത് കോൺഗ്രസിനാണെന്നും കോൺഗ്രസിന് തിരിച്ചറിവുണ്ട്. അതുകൊണ്ടൊരു വലിയ കലഹത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് ഈ തെരഞ്ഞെടുപ്പിലാകെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും. അതുകൊണ്ട് അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനാലിസിസ്. പക്ഷേ അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോയാൽ അത് വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും.